Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. Evaluate double integral r sin x by x dy dx, where r is the triangular region bounded by the x-axis, y equal to x and x is equal to 1. ഇത് ജൂലൈ 2017 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് 2015 സ്കീമിന്റെ സ്റ്റുഡൻസിനോട് ചോദിച്ച ചോദ്യം. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഡബിൾ ഇന്റഗ്രൽ sin x by x dy dx. നമുക്ക് വൈയുടെയും എക്സിന്റെയും ലിമിറ്റ് കിട്ടണം. ലിമിറ്റ് കിട്ടാനായിട്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കുക. ഇത് y ആക്സിസ് y ഡാഷ്, ഇത് x ഡാഷ്. ബൗണ്ടഡ് ബൈ ദി x ആക്സിസ്. x ആക്സിസ് ആണ് ഇതാണ്. y is equal to x. നമ്മൾ ഒറിജിനിലൂടെ ലൈൻ വരയ്ക്കുന്നു. ഇതാണ് y is equal to x വരച്ചു. then x is equal to 1. ഇവിടെ 1 ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. അപ്പോൾ നമുക്ക് ട്രയാങ്കുലർ പോർഷൻ കിട്ടി. ഇതാണ് നമ്മുടെ ട്രയാങ്കുലർ പോർഷൻ. ഈ ട്രയാങ്കുലർ പോർഷനിൽ നമ്മൾ വൈയുടെ ലിമിറ്റ് ആണ് ആദ്യം കിട്ടേണ്ടത്. അപ്പൊ നമ്മൾ ഒരു സ്ട്രിപ്പ് വരച്ചു. അതെങ്ങനെയാണ് വരയ്ക്കേണ്ടത്? പാരലൽ ടു y ആക്സിസ്. അത് താഴെ ടച്ച് ചെയ്യുന്ന എവിടെയാണ്? x ആക്സിലാണ്. x ആക്സിൽ വൈയുടെ 0 ആണ്. മുകളിൽ ടച്ച് ചെയ്യുന്ന എവിടെയാണ്? x-ലാണ്. അപ്പൊ വൈയുടെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കിട്ടി. ഇനി എക്സിന്റെ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് കിട്ടും. ഈ പോയിന്റ് എന്താണ്? 0 0. ഈ പോയിന്റ് എന്താണ്? 1 0. y varies from 0 to 1. ലോവർ ലിമിറ്റ് 0 കിട്ടി, അപ്പർ ലിമിറ്റ് 1. ഇനി നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ആദ്യം നമ്മൾ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യണം? y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ sin x by x ആരാണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ sin x by x into x into y. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് x. That is equal to integral 0 to 1. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ sin x by x into y ക്ക് വരെ x കൊടുക്കുന്നു. x ലോവർ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ x ക്യാൻസൽ ആയി. അപ്പോൾ ഇന്റഗ്രൽ 0 to 1 sin x dx. ഇനി നമ്മൾ ആ sin x നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് cos x. ഇന്റഗ്രൽ 0 to 1 എന്ന് പറഞ്ഞാൽ മൈനസ് cos x 0 to 1. ലിമിറ്റ് കൊടുക്കാം. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? cos 1. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ cos 0 1. ഇത് ബ്രാക്കറ്റ് റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും നോക്കിയേ? ബ്രാക്കറ്റ് റിലീസ് ചെയ്യുമ്പോൾ 1 മൈനസ് cos 1. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാണ്? 1 മൈനസ് cos 1. അപ്പൊ ഈ ഒരു പ്രോബ്ലം നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? തന്നിരിക്കുന്ന കാര്യങ്ങൾ പടത്തിൽ വരച്ചു. y equal to x വരച്ചു, x is equal to 1 വരച്ചു. അപ്പോൾ നമുക്ക് ട്രയാങ്കുലർ പോർഷൻ. ആ ട്രയാങ്കുലർ പോർഷനിൽ നമ്മൾ ഒരു സ്ട്രിപ്പ് വരച്ചു പാരലൽ ടു y ആക്സിസ്. y ആക്സിന് പാരലായിട്ട് വരയ്ക്കുന്ന കാരണം എന്താണ്? ഇവിടെ dy dx ആണ്. അതുകൊണ്ട് ആ റീജിയനിൽ ഒരു സ്ട്രിപ്പ് വരച്ചു. താഴെ ടച്ച് ചെയ്യുന്നത് എവിടെ? x ആക്സിലാണ്. അപ്പോൾ 0 കൊടുത്തു. മുകളിൽ ടച്ച് ചെയ്യുന്ന എവിടെയാണ്? ലൈനിലാണ്. അപ്പോൾ ഇവിടെ x. ഇനി അതുപോലെ തന്നെ എക്സിന്റെ ലോവർ ലിമിറ്റ് എന്താണ്? 0, അപ്പർ ലിമിറ്റ് എത്രയാണ്? 1. അപ്പോൾ ലിമിറ്റുകളെല്ലാം കിട്ടി. ആദ്യം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. sin x by x ആരാണ്? കോൺസ്റ്റന്റ് ആണ്. y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ sin x by x കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ sin x by x into y. ലിമിറ്റ് കൊടുത്തപ്പോൾ sin x by x into x വരും. ആ x ക്യാൻസൽ ആയി പോകും. then integral 0 to 1 sin x dx. and integrate ചെയ്യുമ്പോൾ minus cos x വരും. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ minus of cos 1 minus 1. that is 1 minus cos 1. the final result will be 1 minus cos 1. ഫെബ്രുവരി ജൂലൈ 2017 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കിട്ടി ചോദിച്ചു. എല്ലാവർക്കും നോക്കി കേട്ടോ.